പുതുപ്പള്ളിയിൽ ഇപ്പോൾ ഇരിക്കുന്ന വില്ലേജ് ഓഫീസർ നല്ല ആളാണ്. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടാണ്. പക്ഷേ പുതുപ്പള്ളിയിൽ നിന്ന് ഫയലെല്ലാം കോട്ടയം താലൂക്കിലേക്ക് പോയി. ഇനി എന്ത് ചെയ്യുമെന്നുള്ളതാണ്. നമുക്ക് നോക്കാം. പ്രിയ കൂട്ടുകാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി പയ്യപ്പാടി കവലയിലാണ്. അപ്പോൾ എൻ്റെ തൊട്ട് പുറകെ കാണുന്നത് ഇഞ്ചക്കാട്ടെ വീടാണ്. അവിടെ ഒരു ചെറിയ പരാതി. ആ പരാതി എന്താണ് നമുക്ക് നേരിട്ടൊന്ന് കേൾക്കാം. പുതുപ്പള്ളി പയ്യപ്പാടി ഇഞ്ചക്കാട്ട് NJ മാത്യുവിൻ്റെ വസ്തുവാണിത്. ഇത് അവർക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ വസ്തുവാണ്. ഇത് ഏറെക്കുറെ 1.5 ഏക്കർ സ്ഥലങ്ങളുണ്ട്. ചേട്ടനിയന്മാരുടെ എല്ലാം വീതമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് അദ്ദേഹത്തിൻ്റെ മകൻ ജോൺ മാത്യുവിന് ഒരു 10 സെൻറ്റ് സ്ഥലം വീതം തിരിച്ചു കൊടുത്തു. അപ്പോൾ ആ വസ്തു പേരി കൂട്ടാൻ വേണ്ടി വില്ലേജിൽ കൊടുത്തതാണ്. ഇപ്പം 3 വർഷമായി കയറി ഇറങ്ങി നടക്കുന്നു. സംഭവിച്ചത്, ഞാനൊരു 10 സെന്റ് സ്ഥലം എന്റെ മകനാണ് മേടിച്ചത്. ഇവിടെ തന്നെ ഈ കൂട്ടം 10 സെന്റ് സ്ഥലം മേടിച്ചു. അത് പോക്കുവരവിനായിട്ട് അപേക്ഷ കൊടുത്തു. അത് നാളായതാ പോക്കുവരവ് ചെയ്യാതെ കിടന്നതാ. അത് അപേക്ഷ കൊടുത്തു. പോക്കുവരവിന് വേണ്ടി വന്നു കൊടുത്തു. വില്ലേജുകാർ വന്നു കണ്ടു. കാര്യങ്ങളെല്ലാം നോക്കിക്കണ്ടൊക്കെ പറഞ്ഞിട്ട് അവർ പറഞ്ഞു. അപ്പം ഞാൻ സത്യത്തിൽ പൈസ കൊടുക്കാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ അവർ 4-5 പേരുണ്ട്. ഞാൻ ഉള്ള സത്യം പറയാ, 4-5 പേരുള്ളത് എങ്ങനെ ആരുടെയില്ല കൊടുക്കുന്നത്. ഞാൻ ഇച്ചിരി പുറകോട്ടായി. പൈസ കൊടുക്കുന്ന ഇതൊന്നും പൈസ കൊടുത്ത് ചെയ്യേണ്ട കാര്യമില്ല. അത് നമുക്ക് ചെയ്ത് തരേണ്ടത് അവര്. 4-5 പേര്. ഞാൻ കുറെ കാലം ഇവിടെ ഇല്ലാഞ്ഞ ആളാണ്. നമുക്ക് ഒത്തിരി കുറവുണ്ട്. ഞാൻ ഡിഫൻസ് എയർഫോഴ്സിലായിരുന്നു. ഈ കൈക്കാശ് കൊടുക്കാനും പിടിക്കാനൊക്കെ നമ്മളൊരു ഇച്ചിരി പോരാ. അപ്പൊ ഇങ്ങനെ വന്നിട്ട് ഞാൻ ഒന്നും കൊടുക്കാതെ അങ്ങ് വിട്ടു. അവർ വീണ്ടും ഒന്നുകൂടെ വന്നെല്ലാവർക്കും ഒന്ന് നോക്കിച്ച് പോയി എന്നോട് പറഞ്ഞിട്ട് ഇവിടെ ചെയ്യാൻ പറ്റുമോ, താലൂക്കിൽ പോകണമെന്ന്. 10 സെന്റേ ഉള്ളൂ, സബ് ഡിവിഷൻ ഒന്നും ഇല്ലാത്ത ഇവിടെ തന്നെ ചെയ്യാമെന്നാണ്. പുതുപ്പള്ളി തന്നെ. അപ്പൊ അവർ സബ് ഡിവിഷൻ ഒന്നും ഇല്ലാതെ ചെയ്യാമെന്ന് പറഞ്ഞ് അവിടെ പോകണമെന്ന്. അവിടെ പോയി കഴിഞ്ഞപ്പോൾ സർവയർ ഇല്ലാന്ന് പറഞ്ഞു. കുറച്ച് നാൾ സർവയർ വന്നു, കണ്ടു. കാര്യങ്ങളൊക്കെ അവരെ പറഞ്ഞു കുഴപ്പമില്ല, എല്ലാമൊക്കെ ശരിയാക്കി തരാം, താമസിയാതെ സംഭവം ശരിയായി കിട്ടും എന്ന് പറഞ്ഞ് ഇവിടുന്ന് പോയി. അത് കഴിഞ്ഞിട്ട് പല പ്രാവശ്യം ഞാൻ ബന്ധപ്പെട്ടു ഓരോന്നോരോന്നത് ഇങ്ങനെ അവർ പറഞ്ഞു മുന്നോട്ടങ്ങ് പോയി. ഇതിപ്പോ എത്ര വർഷമായി? ഇതിപ്പം 2021 കൊടുത്ത 24 3 വർഷം കഴിഞ്ഞു. 3 വർഷമായി. എന്നിട്ട് അത് കിട്ടിയില്ല. ഇതുമായിട്ട് സർവേയുടെ ഇതാണ്. അപ്പം അവരിനോട് വിളിച്ചാൽ അവിടെ താലൂക്കില് എന്താ പറയുന്ന ഫണ്ട് ഓഫീസില് നമ്മൾ ആവശ്യത്തിന് വിളിച്ചാൽ അവർ വിവരം പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. ഞാൻ 19 വയസ്സായ ആളാണ്, ഹൃദയരോഗിയാണ്, ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, ഞാൻ രക്ഷാവീസുകാരനാണ്, നമ്മൾ ഇതൊക്കെയാണ് എൻ്റെ കണ്ടീഷൻ. അപ്പോൾ നിങ്ങളൊന്ന് ഇതൊന്ന് ശരിയാക്കി തരണമെന്ന് പറഞ്ഞു. അപ്പോൾ വിളിച്ചാൽ മതി, ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു. ഞാൻ വിളിക്കുമ്പം കുറച്ച് ദിവസം വിളിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ സർവേയർ പറഞ്ഞു അത് ഹെഡ് സർവേഡിലേക്ക് ഫോർവേഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി വിളിക്കണ്ട, ഇത് വന്നോളൂ എന്ന് പറഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞു. ഇതുവരെ തീരുമാനമായിട്ട് ഈ പുതുപ്പള്ളിയിലെ വില്ലേജ് ഓഫീസിൽ പോയിട്ട് വില്ലേജ് ഓഫീസർ നേരെ സർവേറെ പോയി കാണാൻ പറഞ്ഞു. അപ്പോൾ പുള്ളിയോട്ട് കൈക്കാശ് നമ്മൾ കൊടുക്കാഞ്ഞോണ്ടാ സർവേറെ കണ്ട ആക്കിയോടെ ആയിരിക്കുമ്പോൾ ഉദ്ദേശിച്ചത് സർവേറെ കാണാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു കാണണ്ട, ഞാൻ കണ്ടു, എല്ലാം കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആളാണ്, അതുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതുപോലത്തെ കണ്ടീഷൻ എൻ്റെ പോകാനൊന്നും അത്ര അല്ല. അതിന്റെ അല്ല, 10 സെന്റ് സ്ഥലമല്ലേ ഉള്ളൂ. 10 സെന്റേ ഉള്ളൂ. അത് പോക്കുവരവ് ചെയ്ത് കിട്ടാൻ 3 വർഷം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ആരോടും പറയാൻ പറ്റുമോ? പറയാത്ത കാര്യമാണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ചയില് ഒരു വിവരാവകാശത്തിൽ ഒന്ന് കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് തരാത്തുന്നത്? എന്തുകൊണ്ട് ഇത് വരുന്നില്ല, എന്താണ് ഇതിനുള്ള? ഈ വസ്തു നമ്മുടെ തന്നെയാണ്, സ്വന്തം നമ്മുടെ ജ്യേഷ്ഠാനും മക്കളുടെയാണ്, പാരമ്പര്യമായിട്ട് ഇങ്ങനെ ഇത് തന്നെ. ഇതിന് വേറെ പുറമ്പോട്ടെ ആ ഇതിന്റെ നടുക്ക് നിങ്ങളുടെ ഈ സ്ഥലം എന്ന് പറയുന്ന ഒരു 9 ഏക്കർ സ്ഥലമായി മൊത്തം കിടക്കുന്നത്. അതിന് ഏതാണ്ട് കറക്റ്റ് നടുവാണ് ഈ സംഭവം. വേറെ തടസ്സങ്ങളും ആധാരത്തിനായിട്ട് ഒരു പ്രശ്നം ഒന്നുമില്ല. ആധാരത്തിന്റെ ഒരു പ്രശ്നമില്ല. നമുക്ക് സാധാരണക്കാരന് വായിച്ചാൽ അറിയില്ല. അവർ നോക്കിയിട്ട് പറയുന്നത് ഇതില് വേറെ നമ്പർ കയറിയിട്ടുണ്ട്, അത് കയറിയിട്ടുണ്ട്, ഇത് വേണമെന്നൊക്കെ പറഞ്ഞു. അതിനൊന്നും ആർക്കും ഒരു നമ്പറും കയറാനില്ല. ഇത്രയും സ്ഥലമാണ്, വല്യപ്പന്മാർ കണ്ട സ്ഥലമാണ്, വല്യപ്പന്മാരെ കണ്ടതാണ്. അതൊരു ഈ 8-10 ഏക്കറിന് നടു കൃത്യം. അതായത് ഞങ്ങൾ ചേട്ടനുമായിട്ട് ഉപയോഗിച്ചപ്പോൾ അപ്പുറം നമുക്ക് നടുവാണ്. അപ്പോൾ അതിന്റെ അരിയിൽ ചേർന്ന് ഒരു 10 സെന്റാണ്. ഇതുവരെ തീരുമാനമായിട്ടില്ല അല്ലേ? തീരുമാനമൊന്നും ആയിട്ടില്ല. അതിന് നമുക്ക് നീതി കിട്ടണം. ഇത് എന്തെങ്കിലും ഒരു തീർച്ച വേണ്ടേ? ഒന്നാമത്തെ പിള്ളേരാണ് സ്ഥലത്തില്ല, അവർക്ക് ഇതേക്കുറിച്ച് അറിയില്ല. ഞാൻ ഈ പറഞ്ഞ 19 വയസ്സായ ആളാണ്.
ആ വീട്ടിന് പുറകെ നടക്കാൻ ആളില്ല. പിന്നെ നടന്ന് 3 വർഷം നടക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യം. ഇതിന്റെ എല്ലാം 2 നിലയുടെ മുകളിൽ കയറണം. പിന്നെ എനിക്ക് ഈ മുട്ടുവേദനക്കാരനാ. എന്നാ ഈ ഇതുണ്ട് തേയ്മാനം. ഈ അവിടെയെല്ലാം ചെന്നാൽ നല്ല മുകളിൽ കയറണം. അപ്പം അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ട്. അപ്പം എന്തെങ്കിലും ഒന്ന് നടക്കാൻ പറ്റുമെങ്കിൽ എന്തെങ്കിലും കഴിഞ്ഞ തവണ എനിക്ക് ഇതുപോലെ ഒരു ചെറിയ പ്രശ്നം വന്നിട്ട് മംഗളക്കാർക്ക് പത്രപരിശ്രമം കിട്ടും. മോനിച്ചനുണ്ടായിരുന്നു. അത് ഇതുപോലെ ഒത്തിരി അവരെന്നായിട്ട് വേണ്ട അവസാനം മോനിച്ചൻ പറഞ്ഞു പത്രം കൊടുത്ത് അങ്ങനെയാ ശരിയാക്കി അത് കഴിഞ്ഞ് കിട്ടി പറഞ്ഞാൽ അവരെ ഒരു 15-20 ദിവസം കഴിഞ്ഞ് വിളിച്ച് എല്ലാം ശരിയാക്കി. 1 മാസം കൊണ്ട് പോക്ക് വരവ് ചെയ്ത് കിട്ടേണ്ട സാധനമാണ് ഈ 3 വർഷം. 30 ദിവസം 30 ദിവസമാണ് പറയുന്നത്. നമുക്ക് നോക്കാം, എന്തെങ്കിലും തീരുമാനം വരുമോ നോക്കാം. ഞാൻ പറഞ്ഞത് ഈ സ്ഥലം എവിടെയായിട്ട് കിടക്കണം? ഈ സൈഡ് ഇതാണ് സ്ഥലം. ഈ കപ്പള നിൽക്കുന്ന ഈ ഒരു ചെറിയ കയ്യാലയുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ് 10 സെന്റ് ആയിട്ടല്ലേ? ഇതളന്ന് തിരിച്ച് ഇതൊക്കെ ഇട്ടിരിക്കുന്നത്. വില്ലേജുകാർ വന്നപ്പോഴും അളന്ന് കാണിച്ചു കൊടുത്താണ്. അവരുടെ എൻ്റെ വില്ലേജിന് എൻ്റെ റെക്കോർഡ്സ് എല്ലാം ഉണ്ടല്ലോ, എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് തരാതിരിക്കാനുള്ള കാരണം നമുക്ക് അറിയണമല്ലോ. എന്നാ പിന്നെ നമുക്കൊന്ന് ഉറക്കാം കേട്ടോ.